ഹായ്. ടൊവിനോ തോമസിനെ നായകനാക്കി നവാഗത സംവിധായകനായിട്ടുള്ള ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. പടം എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ അപ്പം തന്നെ റിവ്യൂ കേൾക്കാണ്ട് ഓടരുത്, ഇത് മുഴുവൻ കേട്ടിട്ട് പോകാം. അതായത് പടം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, വളരെ റിയലിസ്റ്റിക്കാണ്. 85-90 ടൈമിലൊക്കെയാണ് കഥ നടക്കുന്നത്. അപ്പോൾ ഗിമ്മിക്സുകളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പോകുന്ന ഒരു ഒന്നല്ല രണ്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് അവസാനിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായിരിക്കും അടുത്ത്. അപ്പോൾ നോക്കുമ്പോൾ രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ കൂടി വരുന്നു. അപ്പോൾ ദീപ എൻ്റെ മുഖത്തേക്ക് ചിരിച്ചു, കാരണം അവൾക്ക് ഹാപ്പി, രണ്ട് പടം കാണുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. അപ്പോൾ അത് പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന സിനിമകളിൽ നിന്നും കുറച്ച് വ്യത്യാസം മൊത്തം ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുവന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ എനിക്ക് എത്തിയപ്പോൾ തോന്നി, ഇവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരും, പക്ഷേ അവിടെ നിന്ന് കട്ട് ചെയ്യാണ്ട് വീണ്ടും കുറച്ച് കൊണ്ട് കാണിച്ച്, അതൊക്കെ സംവിധായകൻ വളരെ കൺവിക്ഷനോട് കൂടി അതിൻ്റെ റൈറ്ററും ഡയറക്ടറും കൂടി കുറച്ചും കൂടി നിങ്ങൾ കാണുന്നുള്ള രീതിയിൽ അത്രയും വലിയ ധൃതിയും ബഹളമൊന്നും ഇല്ലാതെ അവരത് ചെയ്തു പോയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൊവിനോ ഈ ഒരു കരിയറിൽ മിന്നൽ മുരളി പോലുള്ള പടം, അങ്ങനെ പല പടം ചെയ്ത പുള്ളിക്ക് വേണമെങ്കിൽ ഗംഭീര മാസ സിനിമകളൊക്കെ ചെയ്യാം. പക്ഷെ പുള്ളി എന്താ പറയുക, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വന്നപ്പോഴും എന്താ പറയുക, പുള്ളിയുടെ സീനിയേഴ്സിനൊക്കെ വളരെ അധികം അനുസരിക്കുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന, അല്ലാതെ അവരെ കൊങ്ങയ്ക്ക് പിടിക്കാനൊന്നും പോകാത്ത രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസർ, അതും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഈ സിനിമയുടെ ഒപ്പം അങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അവരുടെ ഒരു ടീമിൽ ഒരാളായിട്ട് അവർ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു തുമ്പ് കിട്ടുന്ന പോലെ അടുത്ത തുമ്പിലേക്ക് പോകുന്നു, അടുത്ത ആളിലേക്ക് പോകുന്നു, അത് നമ്മളും ഇങ്ങനെ കൂടെ പോവാണ്. അപ്പോൾ ഭയങ്കര രസമായിട്ട് നമ്മളെ കൊണ്ടുപോയി അവസാനത്തുമ്പോൾ അവസാനത്തെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ചെറിയ ട്വിസ്റ്റും പരിപാടികളും, അങ്ങനെ മൊത്തത്തിൽ പടം ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഒരിക്കലും എനിക്ക് ഇടയിൽ ഇട്ടിട്ട് രണ്ട് ചായയും രണ്ട് പപ്സും മേടിക്കാമെന്നൊന്നും തോന്നിയൊന്നുമില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നു. അതാണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര മാസ് ടോവിനോടെ ഫൈറ്റ്, പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ട്വിസ്റ്റ്, അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് പോകുന്നൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. എന്നാൽ ഭയങ്കര രസമാണ്. നമ്മൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ യാത്ര നമ്മൾ എൻജോയ് ചെയ്യും. അങ്ങനത്തെ ഒരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. അഭിനയിച്ചവരെല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ടെക്നിക്കലി പടം വളരെ നന്നായിട്ടുണ്ട്. രസമായിട്ട് തോന്നി, എനിക്ക് പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു തവണ നമുക്ക് ഉറപ്പായിട്ടും പോയി കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അപ്പോൾ അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.